അസ്സലാമു അലൈക്കും. ഉസ്താദ് എൻ്റെ കുട്ടിനെ കൊണ്ട് കുടുങ്ങി, അവന്റെ സ്വഭാവം ഭയങ്കര മോശമാണ്, ഇങ്ങനെയൊക്കെ പറയുന്നവരില്ലേ, അവരോടാണ് ചോദ്യം. നിങ്ങൾ നല്ല രക്ഷിതാവാണോ? കാരണം എന്താണെന്നല്ലേ, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ രക്ഷിതാക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദ് ഞാനിപ്പോ എൻ്റെ കുട്ടിക്ക് നുണ പറയണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ചീത്ത പറയണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ ഉത്തരവാദിയാവണത്? ശരിയാണ്, നമ്മൾ പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. എങ്ങനെയാന്നല്ലേ, പറഞ്ഞുതരാം. ഇപ്പോ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയാണ്, അപ്പൊ ആരെങ്കിലും നമ്മുടെ ഫോണിലേക്ക് വിളിക്കും. അപ്പൊ നമ്മൾ ഫോൺ എടുത്തിട്ട് പറയും, എടാ ഞാൻ കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കുട്ടി കേൾക്കും. അപ്പൊ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടിക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. എന്ത്? നുണ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല, വാപ്പടക്കൊക്കെ പറയലുണ്ടല്ലോ. അതുപോലെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുന്ന സമയത്ത് ചീത്ത വാക്കുകൾ പറയും രക്ഷിതാക്കള്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടിയുടെ കുഞ്ഞു മനസ്സിലേക്ക് ഒരു മെസ്സേജ് പോകുന്നുണ്ട്. എന്ത്? ചീത്ത വാക്കുകൾ പറയുന്നത് ഇപ്പൊ അത്ര മോശമൊന്നുമല്ല, കാരണം വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ മറ്റു തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചീത്ത വാക്ക് പറയലുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പല മോശപ്പെട്ട സ്വഭാവങ്ങളും കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം ഇതാണ്: ഞാൻ നല്ല രക്ഷിതാവാണോ? ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രമാണ് മറ്റു കാരണങ്ങളിലേക്ക് നമ്മൾ പോകാൻ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, മാറ്റം തുടങ്ങേണ്ടത് നമ്മിൽ നിന്നാണ്.